ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഹോണറ്റ് വണ്ടി. നിലവിൽ നമുക്ക് ജനറൽ സർവീസ് ഉണ്ടായിരുന്നു. മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യക്ഷത്തിൽ നമ്മൾ വണ്ടി ഓടിച്ചു. ഫസ്റ്റ് നോക്കുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർ സർവീസിനായിട്ട് കൊടുത്ത് വാഷിംഗ് കഴിഞ്ഞ് വന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് ഓടിച്ച് കൊണ്ടുവരുന്ന സമയത്തേ ഐഡ്ലിങ്ങിൽ ഏകദേശം ഒരു 30 കിലോമീറ്റർ വേഗതയിലൊക്കെ പോകുമ്പോൾ ചെറിയൊരു മിസ്സിങ് പോലെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാർബേറ്ററും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി അതുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മൾ കാർബേറ്റർ അഴിച്ചു. പുതിയ കാർബേറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ തോന്നുന്നു പ്രത്യക്ഷത്തിൽ കാണും കേട്ടോ. പക്ഷേ അതിൻ്റെ വാക്യൂം പിസ്റ്റനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേമാനം വന്നു പോയി. ഈ സൈഡൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ആ മോർണിംഗിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം പറഞ്ഞേക്കണത് കേട്ടോ. അപ്പോൾ വാക്യൂം പിസ്റ്റൻ മാറ്റി ഒന്ന് റെഡിയാക്കി ഇട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും. മെയിനായിട്ട് കംപ്ലയിൻറ്റ് കാണിച്ചത്, മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിച്ചത് ഈ ജെറ്റ് ബ്ലോക്കായി പോയതാണ്. സ്ലോ ജെറ്റ് ബ്ലോക്കായിരുന്നു. അപ്പോൾ അത് എൻജിൻ കൂളായിട്ടിരിക്കുന്ന സമയത്ത് തണുത്തിരിക്കുമ്പോഴാണ് മെയിൻ ഇത് കാണിക്കാം. ശരിക്കും പറഞ്ഞാൽ വണ്ടി കഴുകിയതിന് ശേഷം വണ്ടി എടുക്കുമ്പോഴാണ് അത് ശരിക്കും ആ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ അത് കാരണം കാർബേറ്ററും കൂടി നമ്മളത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ അതിനകത്ത് കാർബേറ്റർ ക്ലീൻ ഞാൻ ഒഴിവാക്കിയ രീതിയിലാണ് പറഞ്ഞത്. അത് അത്യാവശ്യം ഇല്ലെങ്കിൽ ചെയ്യേണ്ട. പക്ഷേ ഓൾറെഡി നമുക്ക് മിസ്സിങ് പ്രശ്നം ഉള്ളതുകൊണ്ട് അഴിക്കാതെ പിന്നെ ഒഴിവുമ്പം പ്രശ്നം തന്നെയാണല്ലോ. വീണ്ടും കംപ്ലയിൻറ്റ് കൂടുതൽ കാണിക്കുള്ളൂ. അപ്പോൾ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാം. അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിക്കുമ്പോഴാണ് വാക്യൂം പിസ്റ്റൻ്റെ അവസ്ഥ ഇതൊക്കെ കാണുന്നത് കേട്ടോ. വാക്യൂം പിസ്റ്റൻ നല്ല രീതിയിൽ തേമാനം വന്ന് പോയി. അപ്പോൾ പിസ്റ്റൻ മാറ്റിയിടാം, സ്ലോ ജെറ്റ് മാറ്റി റീസെറ്റ് ആക്കാം. പിന്നെ കാർബേറ്റർ ക്ലീനർ വെച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. അത്യാവശ്യം അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അഡീഷണൽ എസ്റ്റിമേറ്റ് ആയിട്ട് ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മോർണിംഗിൽ ആ പ്രോബ്ലം കൂടി സോൾവ് ആയി പോയിക്കോളും. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ.